എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നമ്മൾ റിയോ കഴിഞ്ഞ തവണ ഡിഫെൻഡ് ചെയ്ത ബോൾ മാറ്റുമല്ലോ, ആ കാര്യം നമ്മൾ ഇസായി ആലോചിക്കുന്നതാണ്. പിന്നെ ഹയോറിയുടെ പാസിനെ കുറിച്ചും ഇവർ രണ്ടുപേരും വന്നതിന് ശേഷം നമ്മുടെ ഗെയിമേ ചേഞ്ചായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ ലോക്കിന് ഇപ്പോൾ ആവശ്യമുള്ള രണ്ടുപേരെ തന്നെയായിരുന്നു നമ്മുടെ ഈഗോ ഗെയിമിലേക്ക് ഇട്ട് തന്നത്. അതിനുശേഷം നമ്മളെ കാണിക്കുന്ന നമ്മുടെ ഷിതോയുടെയും സായുടെയും കെമിക്ക് റിയാക്ഷൻ ആയിരിക്കും. അതാണ് നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതിൻ്റെ ബലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷിതോ നമ്മുടെ സഹായം എടുത്തുകൊണ്ട് പറയും, എടാ ആ പാസ് ഉണ്ടല്ലോ അതിന് വളരെ താങ്ക്സ് കേട്ടോ, എനിക്ക് എന്താ അറിയില്ലടാ, എനിക്ക് നിൻ്റെ കൂടെ കളിക്കുന്നുണ്ടല്ലോ എനിക്ക് പ്രത്യേക ഒരു ഫ്രീഡം കിട്ടുവാടാ, എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന പോലെ നീ എൻ്റെ ഇമാജിനേഷൻ ഒത്ത് കളിക്കുന്നുണ്ട്. ഞാൻ എന്താ ഇപ്പം പറയുക, എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വലിയൊരു സ്ഫോടനം ഇവിടെ ഉണ്ടാകാൻ പോവാന്ന്. അപ്പോൾ നമ്മുടെ സായി പറയും, എനിക്ക് മനസ്സിലായി നീ നല്ല ഹാപ്പിയാന്നുള്ള കാര്യം, പക്ഷെ ഞാൻ നിന്നിൽ നിന്ന് ഇതിലും കൂടുതൽ ഗോൾസാണ് ഡെവിൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയും. അതിന് ശേഷം ത്രോ ഇട്ട് അടുത്ത ഗെയിം സ്റ്റാർട്ടാവും. നമ്മുടെ ഷിതോ ആണെങ്കിലോ ഫുൾ സ്പീഡിൽ ആ ബോളിൻ്റെ അടുത്തേക്ക് വീഴുന്നുണ്ടാവും. അവനെ പാലിക്കുന്നുണ്ടാവും. സ്ട്രാറ്റജി, അനലൈസേഷൻ, പാസ്, ഷോട്ട്സ് അതൊന്നുമല്ല എനിക്ക് വേണ്ടേ. എനിക്കെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ അത് എൻ്റെ ഒരു ജീവനാണ്. ആ തുടിക്കുന്ന ആ ഒരു ബോൾ അത് എൻ്റെ ഒരു ജീവനായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എൻ്റെ പവർ എന്ന് പറഞ്ഞാൽ ആ പെനാൽറ്റി ബോക്സിനകത്ത് കയറിയാൽ എനിക്കത് നോക്കാതെ എനിക്ക് ഷോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എങ്ങനെയല്ലേ എനിക്ക് ബോളും കൊണ്ട് അതിനകത്ത് കയറണം. അങ്ങനെ പറയുമ്പോഴായിരിക്കും നമ്മുടെ സായി ഒരടിപൊളി ഷോട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനെയൊക്കെ തട്ടി മറിച്ചുകൊണ്ട് ആ ബോൾ നേരെ നമ്മുടെ സായിയുടെ അടുത്ത് ഷിതോ അടുത്തേക്ക് വരും. അപ്പോൾ തന്നെ നമ്മുടെ റിയോ അവിടെ എത്തും നമ്മുടെ ഷിതോയെ തടയാൻ വേണ്ടി. നമ്മുടെ ഷിതോയ്ക്കാണെങ്കിൽ മനസ്സിലാവും റിയോ U20 ഗാർഡ് ഡോഗിൻ്റെ സ്കിൽ കോപ്പി ചെയ്യുവാന്ന്. അപ്പോൾ നമ്മുടെ റിയോയോട് ഷിതോ ചോദിക്കും, നിനക്ക് സ്വന്തമായിട്ട് സ്കില്ലില്ലേടാ, നീ കണ്ടവരെ എല്ലാം കോപ്പി ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയോ പറയും, അപ്പോൾ കണ്ടവരെ എല്ലാം കോപ്പി ചെയ്ത് ജീവിക്കുന്ന എന്നെപ്പോലെ ഒരാളുടെ അടുത്ത് തോക്കാൻ നിനക്ക് നാണമില്ലേടാന്ന് ചോദിക്കും. അത് കേട്ട് ദേഷ്യം വന്ന് നമ്മുടെ ഷിതോ ആണെങ്കിൽ ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ഷോട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ജീവൻ പോട്ടെ, ഡെവിള് പോട്ടെ, അതിലൊരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ലായിരുന്നു. ആ ബോളൊക്കെ വെറുതെ നമ്മുടെ ഐഫൈ അടിക്കുന്ന പോലെ നമ്മുടെ ഗാഗാമാറു പിടിച്ചേ. അതിനുശേഷം നമ്മുടെ ഗാഗാമാറു ആണെങ്കിൽ ഒരു നൈസ് ഷോട്ട് ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കും. എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങും ഫോർവേഡ് കയറാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഷിതോ മാത്രം ഓടത്തില്ല, അവൻ അവിടെ തന്നെ നിൽക്കും. അവിടെ നമ്മുടെ ഷിതോ ആലോചിക്കുമായിരിക്കും, എല്ലാവരും ഒരു സോൾ ഇൻറ്റൻഷൻ വെച്ച് അവരെന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യും, അതിൽ അവരൊരു വലിയൊരു പേരുണ്ടാക്കും. അതിനുശേഷം അവർക്ക് തന്നെ ഒരു മോനെ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഒരു മോളെ ഉണ്ടാക്കും. കാരണം അവർക്ക് അടുത്ത ജനറേഷനോട് പറയണം, എന്നെപ്പോലുള്ള ഒരാൾ ജീവിച്ചിരുന്നായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു എന്നൊരു കാര്യം അവരുടെ മക്കളിൽ കൂടെ സാധിപ്പിക്കണം. അങ്ങനെ ഒരു കാര്യം തന്നെ നമ്മൾ ഷിതോയ്ക്ക് വേണം. പക്ഷെ അത് ഫുട്ബോളിൽ കൂടെ തന്നെ. ഫുട്ബോളിൽ നമ്മുടെ ഷിതോയ്ക്ക് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യണം. അവൻ്റെ പേരിലൊരു ഹിസ്റ്ററി അവിടെ ഉണ്ടായിരിക്കണം. അത് അടുത്ത ജനറേഷനിൽ ആൾക്കാർ വരുമ്പോൾ അവനെ ഓർക്കണം, അവൻ്റെ കൂടെ കളിക്കണം. ഇപ്പം അവൻ ആ സീഡെങ്കിൽ ആ ബോളായിരിക്കും, അല്ലെങ്കിൽ ആ നെറ്റായിരിക്കും എഗ്ഗ്. അതിനുശേഷമാണ് നമ്മൾ സായി വീണ്ടും ഒരു ഷോട്ട് അടിക്കും. ആ ഷോട്ട് നേരെ എത്തിച്ചെല്ലുന്നത് നമ്മുടെ ഷിതോയുടെ ഫ്രണ്ടിലേക്കായിരിക്കും. ഷിതോ ആണെങ്കിൽ പെനാൽറ്റി ബോക്സിലേക്ക് ഓടുമായിരിക്കും ആ ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അപ്പോഴായിരിക്കും നമ്മുടെ ഷിതോയുടെ മുമ്പിലേക്ക് ഗാഗാമാറു വരുന്നത്. ഗാഗാമാറു ആണെങ്കിൽ പെനാൽറ്റി ബോക്സ് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വന്ന് ആ ബോളിനെ ഹെഡ് അടിച്ച് ക്ലിയർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് പെനാൽറ്റി ബോക്സിൽ നിന്ന് മാറിയോണ്ട് തന്നെ നമ്മുടെ ഷിതോയ്ക്ക് ആ പോകുന്ന ബോളിനെ ഗോൾ അടിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഷിതോയ്ക്ക് എന്തെങ്കിലും ചെയ്ത് ആ ബോളിനെ പിടിക്കണമായിരുന്നു. പെട്ടെന്ന് അവിടെ എന്തോ നീയാണല്ലേ. The first person who enters the flow state is Shido Ryuzi.
ഷിതു ആണെങ്കിൽ നമ്മുടെ സായയുടെ മുകളിലേക്ക് ചാടി കയറും. പക്ഷെ നമ്മുടെ സായാണെങ്കിൽ അടിച്ചോണ്ട് നിലത്തിടുകൊണ്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞാലടാ ഹാട്രിക്ക് സ്കോർ ചെയ്യാതെ നീ എന്നത് തൊട്ട് പോയേക്കില്ലെന്ന്. അപ്പോൾ ഷിതു പറയും, ഹാട്രിക്ക് വിട്, ഞാൻ ഇനി 10 ഗോൾ സ്കോർ ചെയ്യും, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നെ നിന്നെ റൂം മീറ്റ് ആക്കണമെന്ന് പറയും. ആ ശരി ശരി എന്ന് പറയും. അതിനുശേഷം നമ്മൾ ഇസാക്കി ആലോചിക്കും, ഏത് സ്റ്റേറ്റിലാണോ എനിക്ക് കയറേണ്ടത് ആ സ്റ്റേറ്റിൽ ആദ്യമായിട്ട് കയറുന്നത് ഷിതു റിയൂസിയ. അവൻ്റെ മുകളിൽ തന്നെ ഭയങ്കര ദേഷ്യം വരും. അതുകൂടാതെ അവന് ഭയങ്കര പേടിയും. കാരണം ഇനിയും എങ്ങനെ ബ്ലൂ ലോക്ക് ഷിതുയ്ക്കെതിരെ ഇനി പോവും. അത്ര ഡേഞ്ചറായിരുന്നു ഷിതു. ആ ഒരു ഫോമിൽ ഷിതു അത് ഗോൾ സ്കോർ ചെയ്യപ്പോൾ ആരെ കൊണ്ടും തടയാൻ പറ്റിയില്ല. ഇനി എന്തുകൊണ്ടാണ് വീണ്ടും വന്ന് അവരെന്ത് ചെയ്യും? നമ്മുടെ ആര്യയാണെങ്കിൽ നമ്മുടെ ഈഗോയോട് ചോദിക്കുന്നുണ്ട്, ഈഗോ ഇനി എന്തെങ്കിലും പറ, ഇനി അടുത്ത പ്ലാൻ ഇടി, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഈഗോ പറയും, ഇനി എൻ്റെ പ്ലാനൊന്നുമില്ല, ഇനി എന്താണ് നടക്കേണ്ടത് തന്നെ നടക്കട്ടെ എന്ന് പറയും. ഈഗോ ഷിതു ഫ്ലോ സ്റ്റേറ്റിൽ കയറി, ഇനി എങ്ങനെയാ, ഇനി എന്തെങ്കിലും പ്ലാൻ പറഞ്ഞാൽ ഇനി എങ്ങനെ ബ്ലൂ ലോക്ക് ജയിക്കും, ഇങ്ങനെ പോയാൽ ബ്ലൂ ലോക്ക് തോക്കും, എന്തെങ്കിലും പറ ഈഗോ. നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ബ്ലൂ ലോക്ക് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ തോറ്റാലും ജയിച്ചാലും നിങ്ങളിവിടെ ഒരു നല്ലൊരു പെർഫോമൻസ് എല്ലാം ചെയ്തു. ഈ കൂട്ടത്തിൽ ഭാഗ്യമുള്ളവരെ ജപ്പാൻ U20 സെലക്ട് ചെയ്യും. ഓൾമോസ്റ്റ് നിങ്ങളിന്ന് മാച്ചിൽ ഇറങ്ങിയ എല്ലാവരെയും ഇന്ന് സെലക്ട് ചെയ്യാനുള്ള ലക്ഷണമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ മെത്തേഡ്സും ജപ്പാൻ സോക്കറിൽ നിന്ന് ചിലപ്പോൾ ജപ്പാനിൽ നിന്ന് തന്നെ മാഞ്ഞു പോയേക്കാം. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ്, നിങ്ങൾക്കിപ്പോഴും ഫുട്ബോൾ കളിക്കാം, നാഷണൽ ടീമിലേക്ക് സെലക്റ്റും ആവാം. മനസ്സിലായില്ല? അപ്പോൾ ഇവിടം വരെ ഞങ്ങൾ വന്നത്, ഇവിടം വരെ വന്നതോ? ശരിയും പറഞ്ഞാൽ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇവിടെ കൊണ്ട് തന്നെ നിൽക്കും. ബട്ട് നിങ്ങൾക്കെല്ലാം ഇനിയും മുന്നോട്ട് പോവാം. അപ്പം ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തത് എന്തിനാ? വേൾഡിലെ ബെസ്റ്റ് സ്ട്രൈക്കർ ആവാൻ വേണ്ടി നീ ഞങ്ങളുടെ മുമ്പിൽ കുത്തി നിറച്ച ആ വിഷം എന്തിനായിരുന്നു? ഇവിടം വരെ വന്ന് ദേണ്ട് ഓരോരുത്തരും അണച്ച് ഇത്രയും വേർത്തൊഴുകി കഷ്ടപ്പെടുന്ന ഇവിടുന്ന് തോറ്റിട്ട് പോകാനല്ല. നീ കുത്തി നിറച്ചെന്ന ആ വിഷം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ജയിക്കാനുള്ള മാർഗം കാണിച്ചെന്നോ ഈഗോ ചിമ്പാൻജി. ശരി ഇസാക്കി, ഞാൻ നിന്നെ ഒരു ജോക്കറായിട്ട് യൂസ് ചെയ്യാം. എന്നാ ഇവനെ നീ കൺട്രോൾ ചെയ്ത് കാണിക്കുക. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഈഗോ കിങ്ങിനെ കളിയിലേക്ക് ഇറക്കും. ഇത് നമ്മുടെ ഒറ്റയ്ക്ക് പകരമായിരിക്കും. നമ്മുടെ ബാറൂനാണെങ്കിൽ കളിയേറി അവനെ ഇസാക്കിയെ പിടിച്ച് തിന്നണമെന്ന് പറഞ്ഞാണ് ആ മാച്ചിലേക്ക് വരുന്നത്. ഇസാക്കിയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഡേടാ അങ്ങനെ ഇങ്ങനെ. അവിടെ ബാറു പറയും, നീ ഇത്ര നേരം കളിച്ചു വെച്ച് ഞാൻ പറയുക, നീ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. എന്നെ ശാരി ചോദിക്കും, അയ്യോ നിങ്ങൾക്ക് ഉറപ്പാണോ ബാറുവിനെ ഇറക്കി കളിക്കാൻ സേഫാന്ന്? നമ്മൾ ഈ പ്ലാൻ ഇതുവരെ ചെയ്ത് നോക്കി പോലും ഇല്ല ഒരു തവണ പോലും. നീ എന്താ വിചാരിച്ചതൊന്നും ഞാൻ കണ്ടിട്ടില്ലെന്നാണോ? എടി ഇതെല്ലാം ഇതുവരെ നടന്ന ഈ കാര്യങ്ങളെല്ലാം എൻ്റെ പ്ലാൻ പ്രകാരം തന്നെ നടക്കുന്നത്. ഇനിയായിട്ട് നടക്കുന്നത് എൻ്റെ പ്ലാൻ പ്രകാരം തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി. അത് എൻ്റെ പ്ലെയേഴ്സിൻ്റെ ഈഗോ, അവരുടെ ഉള്ളിലുള്ള അത്തി, ആ കാര്യത്തിൽ ഞാൻ തെറ്റിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതലായിരുന്നു അത്. എനിക്കിനി കാണണം എൻ്റെ പ്ലെയേഴ്സ് അടുത്ത 30 മിനിറ്റിൽ ഈ ഗ്രൗണ്ടിനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ ബ്ലൂ ലോക്കിൽ എല്ലാ പ്ലെയറും ഫുൾ ഫോക്കസിലാവും. അങ്ങനെ അടുത്ത മാച്ച് അപ്പത്തിന് സ്റ്റാർട്ടാവും. ഇസാക്കി റിന്നും ബോളും കൊണ്ട് ഫ്രണ്ടിലേക്ക് കയറും. നമ്മുടെ ഇസാക്കിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറു ഉണ്ടല്ലോ അവനെ വെച്ച് മിഡ്ഫീൽഡിൽ നിന്ന് ഗോൾ സ്കോർ ചെയ്യാൻ എളുപ്പം. അപ്പോൾ അവനെ അവിടം വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് സ്വന്തമായിട്ട് ഗോൾ സ്കോർ ചെയ്യാനായിരുന്നു അവൻ്റെ പ്ലാൻ. പക്ഷേ നമ്മുടെ ബാറുവിന് വേറൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈഗോ പറഞ്ഞു കൊടുത്തത്. ഈഗോ അവനോട് പറഞ്ഞു കൊടുക്കും, എടാ നിന്നോട് പല പ്ലാൻസും പല ഇതും നിന്നോട് പറഞ്ഞു തരും, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, നിനക്കൊറ്റ ജോലിയേ ഉള്ളൂ, ഈ മാച്ചിനകത്ത് നീ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഇസാക്കി യോയിച്ചിയെ ഡിവൈർ ചെയ്യുക, അവനെ ഡോമിനേറ്റ് ചെയ്യുക, അവനെ വിഴുങ്ങി കളഞ്ഞിട്ട് അവൻ്റെ ഗോൾ നീ സ്കോർ ചെയ്യുക, അതിൽ മാത്രം നീ ഫോക്കസ് ചെയ്താൽ മതി. ഈ കാര്യം അവിടെ ഇസായിക്ക് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇസാക്കിയും റിന്നും കൂടെ പാസ് ഫ്രണ്ടിൽ കയറി വയ്ക്കും. അങ്ങനെ ഒരു സമയമായപ്പോൾ നമ്മുടെ റിൻ എന്ത് ചെയ്തു, ബാക്കിലേക്ക് ഹയോറിക്ക് പാസ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഹയോറി പാസ് കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ റിന്നിൻ്റെ അടുത്ത് പ്ലെയർ ഉണ്ടാവും. ഇസാക്കി ആ സമയത്ത് ഫ്രീ ആയിരിക്കും. അങ്ങനെ ഇസാക്കി അടുത്തേക്ക് നമ്മുടെ ഹയോറി പാസ് കൊടുക്കും. ബട്ട് ആ സമയം നമ്മുടെ ഇസാക്കി അടുത്തേക്ക് ഒരു പ്ലെയർ വന്ന് അവനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഇസാക്കി ബ്ലോക്കായി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ബാറു നമ്മുടെ ഇസാക്കി അടുത്ത് തന്നെ ബോൾ സ്റ്റീൽ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് വന്നു. ഈ സമയത്ത് നമ്മുടെ ഇസാക്കി ബാറിനോട് ചോദിക്കും, നീ എന്തോ കാണിക്കുവാടാ? അപ്പോൾ നമ്മുടെ ബാറ് പറയും, നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിന്നെ ഹണ്ട് ചെയ്യുവാടാ എന്ന് പറയും. നമ്മുടെ ബാറു ആണെങ്കിൽ ഓരോ പ്ലേയേഴ്സിനെ വീതം താണ്ടി പോവായിരിക്കും. അങ്ങനെ അവൻ്റെ ഫ്രണ്ടിലേക്ക് ധാരായി വരും. ധാരായി വന്നു കഴിയുമ്പോൾ ധാരായിരിക്കും ഇവനെ എങ്ങനെ താണ്ടി, ഇവനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചൊഴിക്കുമ്പോഴായിരിക്കും നമ്മുടെ ബാറു അവൻ്റെ ഫ്രണ്ടിൽ ഒരു സ്കില്ല് കാണിച്ച് നമ്മുടെ ധാരായിരിക്കും താണ്ടി പോകുന്നത്. ഇസാക്കി അവിടെ ഫ്രീ ആയിരിക്കും. ഇസാക്കി പറയുന്നുണ്ടാവും, എൻ്റെ ബോൾ ഞാൻ സ്കോർ ചെയ്യാമെന്ന്. പക്ഷെ അവൻ സ്കോർ ചെയ്യുന്നതിന് പകരം
ഇസായി കൊടുത്ത് സ്കോർ ചെയ്യുന്ന പകരം അവൻ സെൽഫായിട്ടൊരു ഗോൾ അടിക്കാൻ നോക്കും. ബട്ട് അത് പോസ്റ്റ് ഇടിച്ച് ആ ബോൾ പോവും. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ബോൾ നേരെ ചെന്നെത്തുന്നത്, സെക്കൻഡ് ബോൾ വീഴുന്നത് നമ്മുടെ യൂക്കിമിയയുടെ അടുത്തായിരിക്കും. അല്ലെങ്കിൽ 1-on-1 എംപയർ. അതിനുശേഷം നമ്മൾ യൂക്കിമിയ പറയും അവന് ഇതുവരെ ഒരു ചാൻസ് കിട്ടിയില്ല അവൻ്റെ സ്കിൽസിന് ഇല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കാനോ വേണ്ടി, അതുകൊണ്ട് ഈ ചാൻസ് അവൻ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് അവൻ്റെ ഫ്ലോ സ്റ്റൈലിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങും. അവനറിയാവുന്ന എല്ലാ ടെക്നിക്സും എല്ലാ ഷോട്ട്സും എല്ലാം അവൻ യൂസ് ചെയ്യാൻ തുടങ്ങും. അവൻ ഓരോ ഡിഫൻഡേഴ്സിനെയും വെച്ച് അവൻ താണ്ടി പോകാൻ തുടങ്ങും. അവൻ്റെ സ്പീഡ് കൂടാൻ തുടങ്ങും. അവൻ്റെ ടീംമേറ്റ്സിനെ തന്നെ അവൻ DK ആയിട്ട് യൂസ് ചെയ്ത് അവരുടെ പിന്നിൽ നിന്ന് കയറി പോകാൻ തുടങ്ങും. അവസാനം അവന് ഷോട്ട് ചെയ്യാൻ വേണ്ടി സ്പോട്ട് കിട്ടും. പക്ഷെ അന്നോട്ടേക്ക് ഒരു ഡിഫൻഡർ വന്ന് മാറിയും. പക്ഷെ അവന് മനസ്സിലായി ഇവിടെ നിന്ന് തന്നെ ഷോട്ട് ചെയ്യണം, എന്നാലേ ഗോൾ കയറത്തുള്ളൂ. അവൻ വേറെ 2 സ്പോട്ട് നോക്കി വെച്ചിട്ട് ആഞ്ഞൊരു ഷോട്ട് അങ്ങ് അടിച്ചു കൊടുക്കും. ബട്ട് എല്ലാവരും വിചാരിച്ചു അതൊരു ഗോൾ കയറി എന്ന് എല്ലാവരും വിചാരിച്ചു. ബട്ട് കറക്റ്റ് സമയത്ത് അവിടെ ഒലിവർ ഐക്യു അവിടെ വന്ന് ആ ബോളിനെ ഡിഫെൻഡ് ചെയ്ത് ഹെഡ് അടിച്ച് മാറ്റി. ശരിക്കും ആർക്കും മനസ്സിലായില്ല എപ്പോൾ ഒലിവർ ഐക്യു അവിടെ വന്നു. ഒലിവർ ഐക്യു അവിടെ നിന്ന് എല്ലാ ഡിഫൻഡേഴ്സിൻ്റെയും ബ്ലൈൻഡ് സ്പോട്ട് യൂസ് ചെയ്ത് അങ്ങോട്ടേക്ക് വന്ന് കറക്റ്റ് ഗോൾ പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ കയറി വന്ന ആ ബോൾ അങ്ങ് തടഞ്ഞു. അവനങ്ങ് ഒലിവറേക്ക് പറയാൻ തുടങ്ങും, ശരിക്കും എനിക്ക് എന്താ സംഭവിച്ചേ, എന്താ ഇവിടെ നടക്കുന്നേ, ഞാൻ ശരിക്കും എങ്ങനെ ഇത്രയും ഡേഞ്ചറായിട്ടുള്ള ഗോൾ സ്പോട്ടിലേക്ക് ഓടിയെത്തി, ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ ബോട്ട് തന്നെ നീങ്ങുവാണ് അങ്ങോട്ടേക്ക്, ഇതെന്തുവാന്ന്. അപ്പോൾ ഇസായിക്ക് മനസ്സിലാവും ഒലിവറേക്കു അവൻ്റെ ഫ്ലോ സ്റ്റൈലിലേക്ക് കയറി. ഇത് കണ്ട് നമ്മുടെ ഇസായിക്ക് ഒന്ന് പേടിക്കും. പെട്ടെന്ന് ഒലിവറേക്ക് ഓടി വന്നിട്ട് ആ സെക്കൻഡ് ബോൾ വീഴുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് ആ ബോളിനെയും ഹെഡ് ഷോട്ട് അടിച്ച് അവിടുന്ന് ക്ലിയർ ആക്കും. ഇത്രയും കാണിച്ചുകൊണ്ട് ഗൈസ് ബ്ലൂ ലോക്കിൻ്റെ എപ്പിസോഡ് 11 ഇവിടെ കൊണ്ട് തന്നെ തീരുവാണ് ഗൈസ്. ഇനിയും എനിക്ക് തോന്നുന്നു 3 എപ്പിസോഡും കൂടെ അല്ലേ. ഈ 3 എപ്പിസോഡ് എന്ന് പറയുന്നത് എനിക്കൊന്ന് 3 തോന്നുന്നു, 14 അല്ലേ, അപ്പോൾ ഇത് 11 അതിന് 3 എപ്പിസോഡ്സ്. അടിപൊളി തകർക്കാൻ പോകുന്ന എപ്പിസോഡ്സ് ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കോപ്പിറൈറ്റ് മേടിച്ച് കൂട്ടാൻ പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും. എന്നെ കൂടെ മാക്സിമം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ക്യാമ്പൊക്കെ ആയിരുന്നു സ്കൂളിൽ, അതാണ് എത്ര ലേറ്റ് ആയത്. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിൽ ഇരുന്ന് സെറ്റായി വരാൻ എനിക്ക് കുറച്ച് ദിവസം ടൈം എടുത്തു. ആ ഒരു മെൻ്റലൊക്കെ സ്ട്രേറ്റ് കറക്റ്റായിട്ട് വരാൻ. കുഴപ്പമില്ല, ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടോളാം. നമ്മളെ ബ്ലൂ ലോക്ക് തീർന്നു, എല്ലാവരും കണ്ടു. പക്ഷേ എന്നിട്ടും കുറേ പേര് എൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, ഐ എം സോ സോറി. ആൻഡ് ഓൾസോ നമ്മുടെ ചാനൽ 2K കയറി, എല്ലാവർക്കും അതിൻ്റെ പേര് താങ്ക്സ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്തെങ്കിലും നല്ല പുതിയ ആനിമേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എനിക്ക് DM മെസ്സേജോ വല്ലതും ഇടാം, ഞാനത് റിപ്ലൈ തരാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് മീ യുവർ എക്സ്പ്ലെയിനർ ബേസ്. ബൈ. പറഞ്ഞ പോലെ എനിക്ക് എല്ലാ എപ്പിസോഡിലും 4000-7000 വ്യൂസൊക്കെ കിട്ടാറുണ്ട്. അതേപോലെ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ, ലൈക്ക് ചെയ്താൽ എന്താ വെച്ചാൽ, നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നില്ല, അങ്ങോട്ട് സെറ്റാക്കി താ.